ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മഹാരാഷ്ട്ര മഹായുതിക്കൊപ്പം ജാർഖണ്ഡിൽ വാശിയേറിയ പോരാട്ടം. എക്സിറ്റ് NDA തരംഗം. മുംബൈ എക്സിറ്റ് മഹാരാഷ്ട്രയിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി മുന്നണി ശരാശരി 150 സീറ്റുകൾ നേടും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡി 125 സീറ്റും മറ്റുള്ളവർ 13 സീറ്റും നേടും. മഹാരാഷ്ട്ര നിയമസഭയിൽ 288 സീറ്റുകളാണുള്ളത്. ജാർഖണ്ഡിൽ NDA മുന്നണി ശരാശരി 39 സീറ്റും ഇന്ത്യ മുന്നണി 38 സീറ്റും മറ്റുള്ളവർ 4 സീറ്റും നേടും. 81 സീറ്റുകളാണ് ജാർഖണ്ഡിൽ. കടുത്ത മത്സരം നടക്കുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകളിൽ. 2 സർവേകൾ നിലവിലെ സർക്കാർ തുടരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരു എക്സിറ്റ് പോൾ ഒഴികെ മറ്റെല്ലാവരും BJPക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളിലേക്കുള്ള പോളിംഗ് അവസാനിച്ചതിനു പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ NDA സഖ്യം അധികാരത്തിൽ കയറുമെന്ന് പ്രവചനം. BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിനാണ് മുൻതൂക്കമെന്ന് പോൾ ഡയറി, മാർക്ക്, പീപ്പിൾസ് പൾസ്, മെട്രിസ്, ചാണക്യ സ്റ്റാറ്റ്ജീസ് തുടങ്ങിയവർ നടത്തിയ സർവേ പ്രവചിക്കുന്നു. പാലക്കാട് 70.51% പോളിംഗ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDA മുന്നേറ്റമെന്ന് പ്രവചനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. തപാൽ വോട്ട് ഉൾപ്പെടെ ചേർക്കുമ്പോൾ അന്തിമഫലത്തിൽ മാറ്റം വന്നേക്കും. ആകെയുള്ള 1,94,706 വോട്ടർമാരിൽ 1,37,302 പേർ വോട്ട് ചെയ്തതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പാലക്കാട് വെണ്ണക്കരയിലെ ബൂത്തിൽ സന്ദർശനം നടത്തിയ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചെന്ന് BJP ആരോപിച്ചു. ബൂത്തിൽ കയറാൻ സമ്മതിക്കാത്തതിൽ രാഹുലും പ്രവർത്തകരും പ്രതിഷേധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിനു ശേഷം പത്രങ്ങളിലെ CPM നൽകിയ വിദ്വേഷ പരസ്യം കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിവേൽപ്പിച്ചെന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. BJPയുടെ അടുക്കളയിലെ വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായി CPM അദ്വദിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. നടൻ മേഘനാഥൻ അന്തരിച്ചു. നടൻ മേഘനാഥൻ 60 അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. 1983 പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം. ചെങ്കോൾ, ഈ പുഴയും കടന്ന്, ഉത്തമൻ തുടങ്ങി 50ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ ബാലൻ K നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ വെച്ച് നടക്കും. രാജി ആവശ്യം വഴങ്ങാതെ ബിരേൻ, കേന്ദ്രവും മൗനത്തിൽ. ഇംഫാൽ, ഭൂരിപക്ഷം BJP MLAമാരും എതിരായിട്ടും രാജിവെക്കണമെന്ന ആവശ്യത്തിന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് വഴങ്ങുന്നില്ല. സർക്കാരിനെതിരെ സമരവുമായി എത്തിയ പൗരസംഘടനകളെയും ബിരേൻ കൈപ്പിടിയിലാക്കി. BJP കേന്ദ്ര നേതൃത്വം പോലും ബിരേൻ സിംഗിനെ മാറ്റാൻ ധൈര്യപ്പെടുന്നില്ല. കലാപം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ബിരേനെതിരെ പ്രതിഷേധം ശക്തമായത്. 37 BJP MLAമാരിൽ കുക്കി വിഭാഗം MLAമാർ ഉൾപ്പെടെ 19 പേർ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തില്ല. 20 പേർ കേന്ദ്ര നേതൃത്വത്തോട് ബിരേനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സായുധ മേധേ സംഘടന ആരംഭായ തെങ്കോലിനെ ഉപയോഗിച്ച് ബിരേൻ മന്ത്രിമാരെയും MLAമാരെയും വരുതിക്ക് നിർത്തിയിരിക്കുകയാണെന്നു ഭരണപക്ഷ MLA പറഞ്ഞു. MPമാരുടെ യോഗം ഇന്ന്. ഉരുൾപൊട്ടലിൽ കേന്ദ്രസഹായം കിട്ടാത്തത് ചർച്ചയാകും. തിരുവനന്തപുരം, മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്രം അധിക സഹായം നിഷേധിച്ചത് ലോക്സഭയിൽ ഉയർത്താൻ LDFും UDFും. ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന കേരളത്തിൽ നിന്നുള്ള MPമാരുടെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി കേരളം അധിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതുവരെ അനുവദിക്കാത്തതിനെതിരെ ഒരുമിച്ച് മുന്നേറണമെന്ന ആവശ്യം യോഗത്തിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. യോഗത്തിന്റെ ആദ്യ അജണ്ട ഈ വിഷയമാണ്. ഇതിനെ പിന്തുണയ്ക്കാനാണ് UDF തീരുമാനം. പിന്നീട് ഡൽഹിയിൽ MPമാരുടെ യോഗം ചേർന്ന് സമരപരിപാടികൾക്ക് രൂപം നൽകും. ഈ മാസം 25-ന് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നതു കണക്കിലെടുത്താണു മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. ശബരി റെയിൽപാത അടക്കമുള്ള ആവശ്യങ്ങളും യോഗത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചേർന്ന ആദ്യ യോഗത്തിലേക്ക് സുരേഷ് ഗോപിയെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം എത്തിയില്ല. രാവിലെ 11-ന് തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം. CBSE 10-12 ക്ലാസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ന്യൂഡൽഹി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. 2025 ഫെബ്രുവരി 15-ന് പരീക്ഷകൾ ആരംഭിക്കും. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ മാർച്ച് 18-നും 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 4-നും അവസാനിക്കും. 10ാം ക്ലാസിന്റെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി 1-നും 12ാം ക്ലാസിന്റേത് ഫെബ്രുവരി 15-നും തുടങ്ങും. പരീക്ഷാ തീയതിയുടെ കൂടുതൽ വിവരങ്ങൾ cbse.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അർജന്റീന ടീം വരുമെന്നാണല്ലോ പറയുന്നത്. റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കും? രൂക്ഷവിമർശനവുമായി ഹൈക്കോടതി. കേരളത്തെപ്പറ്റി വിദേശ സഞ്ചാരികൾ എന്ത് ചിന്തിക്കും? കൊച്ചിയിൽ വിദേശസഞ്ചാരി ഓടയിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ വിമർശനം ഉന്നയിച്ച് ഹൈക്കോടതി. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോഴും കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു.
കേരളത്തെപ്പറ്റി വിദേശ സഞ്ചാരികൾ എന്തു ചിന്തിക്കും എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം. നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലം എന്നല്ലേ ആളുകൾ ഈ നാടിനെക്കുറിച്ച് വിചാരിക്കുക എന്ന പരാമർശവും കോടതി നടത്തി. കൊച്ചിയിൽ ഒരു റോഡിലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുട്പാത്തുകൾ ഒന്നുമില്ല. ആളുകൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കച്ചവടങ്ങളെ പോലും ബാധിച്ചു തുടങ്ങി. കൊച്ചിയിൽ അർജന്റീന ടീം വരുമെന്നാണല്ലോ പറയുന്നത്. റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കും? കോടതി ചോദിച്ചു. MG റോഡ് പോലെ സുന്ദരമായ ഒരു റോഡ് നമുക്കുണ്ട്. പക്ഷേ അവിടെയും ഫുട്പാത്തുകളുടെ അവസ്ഥ ദയനീയമാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് റോഡുകളിലൂടെ താഴേക്ക് നോക്കാതെ നടക്കാം, അവർക്ക് കാഴ്ചകൾ കാണാം. എന്നാൽ കൊച്ചി നഗരത്തിലെ റോഡിൽ അങ്ങനെ കഴിയില്ല. എല്ലായിടത്തും കുഴിയാണ്. ഫുട്പാത്തുകൾക്കിടയിലും അപകടമുണ്ട്. ആലപ്പുഴയിൽ ഭാഗ്യം കൊണ്ടാണ് ഫുട്പാത്തിനിടയിൽ വീണ ഗർഭിണി കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്, കോടതി പറഞ്ഞു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നവംബർ 24 മുതൽ ഡിസംബർ 3 വരെ. കോടഞ്ചേരി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തല കേരളോത്സവം നവംബർ 24 തീയതി അത്ലറ്റിക് മത്സരങ്ങളുടെ ആരംഭിച്ച് ഡിസംബർ 3 തീയതി കളരിപ്പയറ്റ് മത്സരത്തോടെ സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB ചിരണ്ടായത്ത്, വനജ വിജയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റിയാനസ് സുബൈർ, റോസിലി മാത്യു, ലിസി ചാക്കോ, വാസുദേവൻ ഞാറ്റുകാലായിൽ, മാർട്ടിൻ തെങ്ങുംതോട്ടം, ആന്റണി ചൂരപ്പൊയ്ക, പോൾസൺ അറക്കൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തമ്പി പറകണ്ടത്തിൽ, കേരളോത്സവം ചാർജ് ഓഫീസർ അമൽ തമ്പി, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, യൂത്ത് കോർഡിനേറ്റർ എന്നിവർ സംബന്ധിച്ചു. മലയോര മേഖലയിലെ യുവതി-യുവാക്കൾക്ക് അവിടെ കലാകായിക മികവുകൾ പ്രദർശിപ്പിക്കുവാനും ലഹരിക്കെതിരെയുള്ള ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിൽ യൂത്ത് ക്ലബ്ബുകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാനും സമൂഹത്തിന് നല്ല മാതൃകകൾ രൂപപ്പെടുത്തിയെടുക്കുവാനും കേരളോത്സവം പോലെയുള്ള കലാകായിക മത്സരങ്ങൾ അവസരങ്ങൾ ലഭ്യമാക്കുന്നു എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ വാർഡുകളിലെ പരമാവധി യൂത്ത് ക്ലബ്ബുകൾ വിവിധങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ മുന്നോട്ടു വരണമെന്ന് അഭ്യർത്ഥിച്ചു. നെല്ലിപ്പൊയിൽ വിമല UP സ്കൂളിൽ പ്രതിഭകളെ അനുമോദിച്ചു. നെല്ലിപ്പൊയിൽ മഞ്ഞുവയൽ വിമല UP സ്കൂളിൽ പ്രതിഭാസംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. താമരശ്ശേരി സബ് ജില്ല മേളകളിലെ പ്രതിഭകളായ വിമല UP സ്കൂളിലെ കുട്ടികളെ ആദരിക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ PTA പ്രസിഡന്റ് ബിജു കട്ടക്കുടി അധ്യക്ഷനായ അനുമോദന ചടങ്ങ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരയണ്ടാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ചികിത്സ സഹായം തേടുന്നു. കോടഞ്ചേരി പഞ്ചായത്തിൽ 17-ാം വാർഡിൽ സ്ഥിരതാമസക്കാരായ കത്രീന തോമസ് എടക്കാട്ടിൽ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. സുഖം പ്രാപിക്കുന്നതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് വലിയൊരു തുക ആവശ്യമായി വന്നിരിക്കുന്നു. നിർധനരായ ഈ കുടുംബം കൂലിപ്പണിയെടുത്താണ് നിത്യജീവിതത്തിനുള്ള വക കണ്ടെത്തുന്നത്. ഈ കുടുംബത്തിന് ചികിത്സക്കായുള്ള തുക കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇവരെ സഹായിക്കുവാൻ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അയൽവാസികളും സാമൂഹ്യ പ്രവർത്തകരും കമ്മിറ്റി രൂപീകരിച്ച് ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ച് പ്രവർത്തിക്കുന്നു. ചികിത്സക്കായുള്ള തുക കണ്ടെത്തുന്നതിന് ഉദാരമതികളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നു. അക്കൗണ്ട് നമ്പർ 1133212065227 IFSC കോഡ് KSBK 0001633 നെയിം തോമസ് AV. തിരുവമ്പാടി ഓമശ്ശേരി റോഡിൽ ഗതാഗതം നിയന്ത്രണം. ഓമശ്ശേരി തോട്ടത്തിൻകടവ് തിരുവമ്പാടി റോഡ് നവീകരണം നടക്കുന്നതിനാൽ പ്രവൃത്തി തീരുന്നതുവരെ ഓമശ്ശേരിയിൽ നിന്നും തിരുവമ്പാടി ഭാഗത്തേക്കും തിരിച്ചും വരുന്ന വാഹനങ്ങൾ അഗസ്ത്യമൊഴി വഴി യാത്ര ചെയ്യണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.